ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന് വർക്ക് എടുക്കാറില്ല. ഞങ്ങൾ ചെയ്യുന്ന MEP കൺസൾട്ടൻസ് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സ്ക്വയർ ഫീറ്റിന് എത്രയാണ് നിങ്ങളെ ചാർജ് ചെയ്യുന്നത്? ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന് വർക്ക് എടുക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് നിങ്ങളത് മറ്റുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വർക്കിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കൊരു വീടിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു 2000-3000 സ്ക്വയർ ഫീറ്റിലുള്ള നോർമൽ വീടാണെങ്കിൽ ചിലപ്പോൾ നല്ല ഇന്റീരിയർ ചെയ്തിട്ട് നല്ല വീടായിരിക്കും. ആ വീട്ടിൽ ഒരുപാട് ലൈറ്റിന്റെ പോയിന്റുകൾ അധികം കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. നേരെ മറിച്ച് 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീട് നോർമലായി ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫാന് കൊടുക്കും, 2 ലൈറ്റ് കൊടുക്കും, ബെഡിന്റെ അടുത്ത് സ്വിച്ച്, കേറിനടുത്ത് സ്വിച്ച്, ഒരു പ്ലഗും. ഇത്രയും മിനിമൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നെങ്കിൽ റേറ്റ് കൂടും അല്ലെങ്കിൽ റേറ്റ് കുറയും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ തുടക്ക സമയത്ത് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ റേറ്റ് ഈ പറഞ്ഞമാർക്ക് സ്ക്വയർ ഫീറ്റിന് കൂട്ടി നോക്കുമ്പോൾ ആ വീട്ടിൽ ഒന്നുകിൽ ഞങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നമാർക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഞങ്ങളുടെ എഫേർട്ട് വളരെ മിനിമം ആയിരിക്കും ഒന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ എഫേർട്ട് വളരെ കൂടുതലും ഞങ്ങൾ വാങ്ങുന്ന പൈസ ഈ പറഞ്ഞമാർക്ക് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന് വർക്ക് എടുക്കാത്തത്. പിന്നെ ഞങ്ങൾ 4 രീതിയിൽ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടിങ്ങിലും അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. ഡ്രോയിങ് ഈ 4 രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുമനുസരിച്ച് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് വെറും സ്വിച്ചും ലൈറ്റും മാർക്ക് ചെയ്ത് എത്രയാണ് അതിന്റെ അളവുകൾ വേണ്ടത് വെച്ചാൽ അത്രയും മിനിമലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ചാർജ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഏത് MEP കൺസൾട്ടന്റ് അടുത്ത് പോവുകയാണെങ്കിലും അവർ എന്താണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് ചോദിച്ചറിയാൻ കൃത്യമായിട്ട്, അതുപോലെ തന്നെ അതിനുള്ള ചാർജസ് എത്ര എന്നുള്ളത് ചെയ്യാം. ഈ സ്ക്വയർ ഫീറ്റിന്റെ ഇത് വിടാം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഞങ്ങൾക്കൊരു കോഴിക്കോട് തന്നെ ഒരു മേജർ പ്രൊജക്ട് ഉണ്ട്. 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ്. അത് ഞാൻ 1 രൂപ സ്ക്വയർ ഫീറ്റിന് കൂട്ടി കഴിഞ്ഞാൽ 10 ലക്ഷം ചാർജ് ചെയ്യേണ്ടി വരും. ഒരിക്കലും എനിക്ക് ആ വർക്ക് കിട്ടില്ല. 10 ലക്ഷം ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂജ് എമൗണ്ട് ആണ്. ഞങ്ങൾ സമ്മതിച്ചോളാം. അതുപോലെ തന്നെ ഒരു വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് 1 രൂപ ചാർജ് കഴിഞ്ഞാൽ വെറും 3000 രൂപ. ആ 3000 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാനും പറ്റില്ല. അപ്പൊ ഇതാണ് വ്യത്യാസം. അതായത് ഞങ്ങൾക്ക് അവിടെ എന്താണ് എഫേർട്ട് വരുന്നത് അതിനനുസരിച്ചുള്ള ചാർജ് തന്നാൽ മതി. അതാണ് ഞങ്ങൾ എപ്പോഴും ക്ലയന്റുകൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ചാർജ് ഞങ്ങൾക്ക് തന്നാൽ. അപ്പം ഇനി കാര്യം ശ്രദ്ധിക്കല്ലോ. താങ്ക് യു.